Hello everyone and welcome to this video. So, this video we will discuss Electrochemistry chapter questions. That JEE Main level questions. So, we will questions. So, we start. So, this is the first question. Question is the resistance of conductivity cell containing 0.01 molar KCl solution at 298 Kelvin is 1750 ohm. If the conductivity of 0.01 molar KCl solution, that is same solution, 0.01 molar KCl solution. So, conductivity at 298 Kelvin is 0.152 into 10 raised to minus 3 Siemens centimeter inverse. Then the cell constant of the conductivity cell is. So, we will cell constant. So, cell constant is L by A. So, L by A is this question. With this data, resistance is R is equal to 1750 ohm. R thannittund. Pinne thanniരിക്കുന്നത് conductivity ആണ്. Conductivity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kappa. Specific conductance അല്ലെങ്കിൽ conductivity. അതും തന്നിട്ടുണ്ട്. അത് തന്നിരിക്കുന്നത് it is 0.152 into 10 power minus 3 Siemens centimeter inverse. ഈ രണ്ട് ഡാറ്റ തന്നിട്ടുണ്ട് നമുക്ക് L by A കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സെൽ കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ വരുമ്പോഴാണ്. അതായത് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L by A. ഇവിടെയാണ് നമ്മൾ ഈ സെൽ കോൺസ്റ്റന്റ് കാണുന്നത് L by A. ഈ L by A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ L by A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമുല ഇവിടെ നിന്ന് ഉണ്ടാക്കാം. L by A ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ റോ അല്ലേ. R ഡിവൈഡഡ് ബൈ റോ ആണ് L by A. ഇനി നമുക്ക് R തന്നിട്ടുണ്ട്, പക്ഷേ റോ തന്നിട്ടില്ല. റോ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് കാപ്പ. കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1 ബൈ റോ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ 1 ബൈ റോയിന് നമുക്ക് കാപ്പ എന്ന് എഴുതാം. സോ R ഇൻറ്റു കാപ്പ. അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, കാപ്പായും തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 1750 ഓം ആണ് ഇൻറ്റു 0.152 into 10 power minus 3. അപ്പോൾ ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 266 into 10 power minus 3 centimeter inverse. ഇത്രയുമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് then the cell constant of the conductivity cell is dash into 10 raised to minus 3 centimeter inverse എന്നാണ്. അപ്പോൾ നമ്മളുടെ അവിടെ ഫിൽ ചെയ്യേണ്ടത് it will be 266. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് it is 266. So we'll move on to the next question. So ഇതാണ് question. The cell potential for the following cell is 0.576 volt at 298 Kelvin. The pH of the solution is. അപ്പോൾ pH കണ്ടുപിടിക്കണമെങ്കിൽ ആ സൊല്യൂഷനിൽ അല്ലെങ്കിൽ ആ സെല്ലിനകത്ത് H പോസിറ്റീവ് അയോൺ ഉണ്ടാവും. അപ്പോൾ ആ H പോസിറ്റീവ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ pH കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു സെല്ല് തന്നിട്ടുണ്ട്. ആ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E cell is equal to 0.576 volt. അപ്പോൾ ഇതാണ് സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.06 ഡിവൈഡഡ് ബൈ 2. അല്ലെ നമുക്ക് കറക്റ്റ് വാല്യൂ എടുക്കാം. ദാറ്റ് വിൽ ബി 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് ക്യൂ. അപ്പോൾ ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സെല്ല് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E0 സെല്ലും കണ്ടുപിടിക്കണം, ലോഗ് ക്യൂവും കണ്ടുപിടിക്കണം. എക്സ്പ്രഷനിൽ n ആണ്, നോട്ട് 2. n നമുക്ക് കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് സെൽ റിയാക്ഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡാറ്റ ഉണ്ടാക്കണം. E0 സെല്ല് കണ്ടുപിടിക്കണം, n കണ്ടുപിടിക്കണം, ലോഗ് ക്യൂ ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആ തന്നിരിക്കുന്ന സെൽ റെപ്രസെൻറ്റേഷന് നമ്മൾ ആദ്യം എഴുതേണ്ടത് ആ സെല്ലിൻ്റെ റിയാക്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ തന്നു കഴിഞ്ഞാൽ സെൽ റിയാക്ഷൻ എഴുതാൻ നമുക്കറിയാം. ലെഫ്റ്റ് എഴുതുന്നത് എപ്പോഴും ആനോഡായിരിക്കും, റൈറ്റ് എഴുതുന്നത് കാത്തോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ആനോഡ്. അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലെഫ്റ്റിൽ കിടക്കുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജന് ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ H2 will get convert into 2H plus ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ. അടുത്തത് കാത്തോഡ്. കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. അപ്പോൾ കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ഓഫ് Cu2 പോസിറ്റീവ് ആണ്. Cu2 plus 2 ഇലക്ട്രോൺ gives Cu. അപ്പോൾ ഇതാണ് ആനോഡിലും കാത്തോഡിലും നടക്കുന്ന റിയാക്ഷൻ. ഇനി നമ്മൾ ഓവറോൾ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 റിയാക്ഷനും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസിനെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ H2 plus Cu2 പോസിറ്റീവ് gives 2H plus Cu. അപ്പോൾ ഇതാണ് ഈ സെല്ലിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സെൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് N കണ്ടുപിടിക്കാം, Q കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ Nൻ്റെ വാല്യൂ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഓവറോൾ റിയാക്ഷനിൽ 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Nൻ്റെ വാല്യൂ 2 ആണ്. 2 ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് Q ആണ്. സോ Q is equal to concentration of H plus square divided by concentration of Cu2 plus ആണ്. ഹൈഡ്രജൻ്റെ ഗ്യാസ് പ്രഷർ തന്നിട്ടില്ല, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് 1 atm. പിന്നെ Cu നമ്മൾ ഈ ഇക്വേഷനിൽ എഴുതില്ല, കാരണം Cu സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇത്രയും നമുക്ക് അറിയാം. ഇനി നമ്മൾ ഇതിൽ തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.01 മോളാർ ആണ്. അപ്പോൾ നമുക്കിതിനെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് 10⁻²2 എന്ന് എഴുതും. 10⁻²2. അപ്പോൾ ഇത്രയും നമുക്ക് അറിയാം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് E0 സെല്ലാണ്. അപ്പോൾ E0 സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഇതാണ് E0 സെല്ലിന് വേണ്ടിയുള്ള എക്സ്പ്രഷൻ. E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റനിൽ ഒരു ഡാറ്റ മിസ്സിംഗ് ആണ്. നമുക്ക് E0 കാത്തോഡ് തന്നിട്ടില്ല. കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ഇലക്ട്രോഡ് ആണ്. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡിന്റെ E0 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 0.34. അത് ക്വസ്റ്റനിൽ തരണമായിരുന്നു, പക്ഷെ ക്വസ്റ്റനിൽ എന്തോ വിട്ടുപോയതായിരിക്കും. പിന്നെ ഉള്ളത് E0 ആനോഡ്. ആനോഡിലുള്ളത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് 0.34 കിട്ടി. E0 സെല്ലേഴ്സ് 0.34. ഇനി നമുക്ക് എന്തേ വേണ്ടു? ഇതിൽ നേൺസ്റ്റ് ഇക്വേഷനിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെല്ലിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.576 ഈക്വൽ ടു E0 സെല്ല് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് 0.34 മൈനസ് 0. നമുക്ക് ഇതിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 0.06 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ Nൻ്റെ വാല്യൂ 2 log Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 10⁻²2. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് 0.03 വരും. അപ്പോൾ നമുക്ക് ഇതിനെ താഴെ എടുക്കാം. 0.03 is equal to minus log concentration of H plus square divided by 10⁻²2. അപ്പോൾ ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്, അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ which is equal to, നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, minus 2 log concentration of H plus minus log 10⁻²2. സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 7.86 വരും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്, നമുക്ക് ഇവിടുന്ന് ഇതിന് log 10⁻²-2 നമുക്ക് -2 log 10 എഴുതാം. അപ്പോൾ ആ മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ 2 വരും. ആ 2നെ നമുക്ക് പുറത്തെടുക്കാം. സോ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ +1 വരും. ഇത്രയും കിട്ടും.
ഇനി നമുക്ക് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇതിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3.93 വരും. ഓക്കെ, വിസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈ മൈനസ് നമുക്ക് അപ്പുറം -1 വരും. അപ്പോൾ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ ഇപ്പുറത്തെടുക്കാം. 3.93 പ്ലസ് 1 വരും ഇസ് ഈക്വൽ ടു 4.93. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിൽ കണ്ടുപിടിക്കേണ്ടത് പി എച്ച് ആണ്. പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 4.93. ഈ ക്വസ്റ്റൻ്റെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് 4.93. പി എച്ച് ഇസ് 4.93. അടുത്ത ക്വസ്റ്റൻ, എ സൊല്യൂഷൻ ഓഫ് ferric sulfate is electrolyzed for x minute with a current of 1.5 ampere to deposit 0.3482 gram of iron. The value of x is. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസിൽ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. വെയിറ്റ് ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു EIT ഡിവൈഡഡ് ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ് എഫ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. ടി ഈസ് ഈക്വൽ ടു W ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു ഐ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഐ ഇസ് ഈക്വൽ ടു 1.5 ആംപിയറിന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് വെയിറ്റ് തന്നിട്ടുണ്ട്. W ഇസ് ഈക്വൽ ടു 0.3482 തന്നിട്ടുണ്ട്. ഫാരഡേസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഇ ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വിവാലന്റ് വെയിറ്റ് ഓഫ് അയേൺ ആണ്. അപ്പോൾ ഇവിടെ അയേണിന്റെ മൊളാർ മാസ് തന്നിട്ടുണ്ട്, അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 56 ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ ആണ്. അത് എൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കോമ്പൗണ്ടിൽ അയേൺ ഇരിക്കുന്നത് Fe3+ എന്ന് പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ Fe3+നെ റെഡ്യൂസ് ചെയ്ത് Fe ആക്കണമെങ്കിൽ നമുക്ക് 3 ഇലക്ട്രോൺസ് വേണം, അല്ലെങ്കിൽ 3 മോൾസ് ഓഫ് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ അതിൻ്റെ എൻ ഫാക്ടർ വരുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ W ഈസ് ഈക്വൽ ടു 0.3482 ഇൻറ്റു എഫ് എസ് 96,500 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ വരുന്നത് 56/3 ആണ് ഇൻറ്റു ഐയും തന്നിട്ടുണ്ട്. ഐ ഇസ് 1.5 ആംപിയർ. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1200 സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിറ്റ്, എക്സ് മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എക്സ് മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ 20 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 20 ആണ്. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, which one of the following alkaline earth metal ions has the highest ionic mobility in its aqueous solution? അപ്പോൾ അയോണിക് മൊബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ സൈസ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്വസ് സൊല്യൂഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്വസ് സൊല്യൂഷനിൽ നമുക്കറിയാം അയോൺസ് വിൽ ഗെറ്റ് ഹൈഡ്രേറ്റഡ് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ സൈസുള്ള അയോൺ ഏതാണോ ദാറ്റ് വിൽ ഗെറ്റ് ഹെവിലി ഹൈഡ്രേറ്റഡ്. അപ്പോൾ അതിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് സൈസ് കൂടുതലുള്ള കാറ്റയോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം അങ്ങനെ തന്നിരിക്കണേ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോൺഷ്യം അയോൺ ആണ്. സ്ട്രോൺഷ്യം അയോണിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഹൈഡ്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ഹൈഡ്രേഷൻ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ഓവറോൾ സൈസും കുറവായിരിക്കും. അപ്പോൾ അക്വസ് സൊല്യൂഷനിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടക്ട് അല്ലെങ്കിൽ മൊബിലിറ്റി ഉണ്ടാവുക ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സെൽ ദ ഫോളോയിങ് റിയാക്ഷൻസ് ടേക്ക് പ്ലേസ്. ഇപ്പോൾ 2 റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ദ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇൻ ദ സെൽ എസ്. അപ്പോൾ നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ΔG നെഗറ്റീവ് ആയിരിക്കണം. ΔG നെഗറ്റീവ് ആണെങ്കിൽ E0 സെല്ല് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഹാഫ് സെല്ലിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ഒന്ന് Fe3+ Fe2+ ആവാം, അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.77 ആണ്. ഇവിടെ അയോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. അയോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് 0.54 വോൾട്ട് ആണ്. അപ്പോൾ
ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തന്നു കഴിഞ്ഞാൽ ആർക്കായിരിക്കും റിഡക്ഷൻ നടക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ഹാഫ് സെല്ലിനാണോ ഹയസ്റ്റ് വാല്യൂ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് അതിനായിരിക്കും റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പം ഇതിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുള്ളത്. അപ്പോൾ ഇതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതൽ ഉണ്ടാകുമ്പം അതിനായിരിക്കും റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡ് കാത്തോഡും ഇതായിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ E0 സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഇതാണ് ഫോർമുല. അപ്പോൾ E0 കാത്തോഡ് ഏതാണെന്ന് നമുക്കറിയാം. E0 കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 0.77 മൈനസ് E0 ആനോഡ് ഇസ് 0.54. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.23 വോൾട്ട് കിട്ടും. പക്ഷെ നമുക്കതിനെ ഒന്ന് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം. ഇൻ ദ സെൽ ഇസ് 10⁻²ന്റെ ടേമിൽ എഴുതണം. സോ ഇതിന് നമുക്ക് 23 × 10⁻² വോൾട്ട് എന്ന് എഴുതാം. അപ്പോൾ 0.23 വോൾട്ട് സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എക്സിൻ്റെ വാല്യൂ വരിക ഇറ്റ് വിൽ ബി 23. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാഫ് സെൽസ് ആർ അറ്റ് ആസ് ഫോളോസ്. അപ്പോൾ നമുക്ക് കുറേ ഹാഫ് സെൽസിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് EMF തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതിനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ഹാഫ് സെല്ലിനാണോ ലോവസ്റ്റ് വാല്യൂ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് EMF ഉള്ളത് അതിനെയാണ് നമുക്ക്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് EMF കൂടുന്നതിനനുസരിച്ച് അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതിനാണോ ഏറ്റവും കുറവ് വാല്യൂ അതാണ് നമ്മൾ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വാല്യൂ ഉള്ളത് ഓപ്ഷൻ സിയിലാണ്, 0.1 × 10⁻⁻⁴. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ. കോപ്പർ പ്ലസ് ടിൻ 2+ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, Cu2+ഉം സിങ്കും ടിന്നും. The Gibbs free energy change for the above reaction at 298 Kelvin is x × 10⁻⁻1 kilojoule per mole. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഗിബ്സ് ഫ്രീ എനർജി ഫോർ ദ റിയാക്ഷൻ ആണ്. അതായത് ΔG ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ΔG. അപ്പോൾ ΔG കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു ഫോർമുല ഉണ്ട്, ΔG is equal to -NF(E_cell). ഇതാണ് ΔG കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ΔG is equal to -NF(E_cell). അപ്പോൾ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷനിൽ ഇൻവോൾവഡ് ആയിരിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ E സെൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കണം. സോ E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ minus 0.0591 divided by n log Q. അപ്പോൾ ഇതാണ് ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമുക്കിനി E0 സെല്ല് വേണം, N വേണം, log Q വേണം. അപ്പോൾ ഇതിൻ്റെ N എന്ന് പറഞ്ഞാൽ നോക്ക്, ഇവിടെയും SN2+ഉം Cu2+ഉം ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റിഡക്ഷൻ ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടി 2 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ നമുക്ക് N-ൻ്റെ വാല്യൂ അറിയാം, N is equal to 2. N equal to 2. ഇനി വേണ്ടത് Q ആണ്. അപ്പോൾ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് SN2+. ഓക്കെ, അപ്പോൾ ഇതാണ് Qയുടെ ഫോർമുല. അപ്പോൾ Q ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 ആണ്, ഡിവൈഡഡ് ബൈ 0.001. അപ്പോൾ ഇത് 10⁻⁻² ഡിവൈഡഡ് ബൈ 10⁻⁻³ വരും. സോ അത് വരുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് Qയുടെ വാല്യൂ കിട്ടി, Q is 10. ഇനി നമുക്ക് വേണ്ടത് E0 സെല്ലാണ്. E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ, അപ്പോൾ കാത്തോഡിൽ നടക്കുന്ന പറയാം നമുക്കറിയാം റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് ആർക്കാണ്? ഇതിനാണ് റിഡക്ഷൻ നടക്കുന്നത്, അല്ലേ? ടിൻ 2+, SN2+ is reduced to tin. അപ്പോൾ ഇവിടുത്തെ കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്.
ഇവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നത് കോപ്പറിന്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് രണ്ടിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ്. അപ്പോൾ അത് നമുക്ക് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ E0 SN2 plus SN is minus 0.14 minus E0 Cu2 plus Cu is 0.34. അപ്പോൾ അത് നമുക്ക് -0.48 കിട്ടും. അപ്പോൾ നമുക്കിനി നേൺസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. ഇനി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ സെൽ ഇസ് ഈക്വൽ ടു E0 cell. E0 cell is -0.48 minus 0.0591 divided by n ന്റെ വാല്യൂ വരുന്നത് 2 ആണ്. സോ 2 log 10. ഓക്കെ, log 10. log 10 ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് -0.48 minus 0.0 ഇങ്ങനെ വരും. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ കിട്ടുന്നത് -0.50955. അതായത് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ കിട്ടി. പക്ഷെ നമുക്ക് ഈ സെല്ലല്ല ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ജി ആണ്. സോ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു -NF ഈ സെൽ. ഓക്കെ, അപ്പോൾ -Nൻ്റെ വാല്യൂ 2, F is 96,500 into E cell is -0.50955 വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഡെൽറ്റ ജിയുടെ ഫൈനൽ വാല്യൂ വരുന്നത് 98.343 കിലോ ജൂളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെൽറ്റ ജി വാല്യൂ, 98.343 കിലോ ജൂൾ. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻറ്റു 10⁻⁻1 എന്ന് പറഞ്ഞതിൻ്റെ ഫോമിൽ എഴുതണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ 983.43 ഇൻറ്റു 10⁻⁻1 കിലോ ജൂൾ എന്ന് എഴുതാം അല്ലേ. 983.43 ഇൻറ്റു 10⁻⁻1 എന്നാലും നമുക്ക് 98.343 കിട്ടും. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഇൻറ്റിജർ ആണെങ്കിൽ എക്സ് വിൽ ബി ഈക്വൽ ടു 983. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 983. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സെൽ E0 cell is equal to 0.5332 volt. The value of delta G0 is. Direct question ആണ്. നമുക്ക് delta G0 ഫോർമുല അറിയാം. delta G0 is equal to -NF E0 സെൽ ആണ്. അപ്പോൾ നമുക്ക് E0 സെല്ല് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് 1 ആണ്. സോ -1 ഇൻറ്റു F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് 96,500 ആണ്. E0 സെല്ല് തന്നിരിക്കുന്നത് 0.5332 വോൾട്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ വരുന്നത് -51.453 കിലോ ജൂൾസ് വരും. അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി -51 വരും. ആൻസർ വരുന്നത് -51 ആണ്. കാരണം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ G0 ആണ്. ഡെൽറ്റ G0യുടെ ഫോർമുല അറിയാം, -NF E0 സെല്ലാണ്. അപ്പോൾ ഇവിടുത്തെ E0 സെല്ല് നമുക്ക് തന്നിട്ടുണ്ട് +0.5332 ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റ് 96,500. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ, അത് വരുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ G0 -51 കിട്ടും. അടുത്തത്, ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് സോഡിയം അയഡൈഡ്, സോഡിയം നൈട്രേറ്റ് ആൻഡ് AgNO3 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് AgI അറ്റ് ദിസ് ടെമ്പറേച്ചർ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് λ0m ഓഫ് AgI ആണ്. സോ നമുക്ക് അതിനു വേണ്ടി ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. നമുക്ക് കുറച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ λm AgI വിൽ ബി λm0 ഓഫ് AgNO3 പ്ലസ് നമുക്ക് സിൽവറും അയഡിൻ്റെയും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ λm0 ഓഫ് NaI. ഇതിൻ്റെ അകത്ത് നമ്മൾ NaNO3 സബ്ട്രാക്ട് ചെയ്യേണ്ടത്.
NaNO3 സബ്ട്രാക്ട് ചെയ്യണം. വാല്യൂസ് എഴുതിയാൽ മതി. അപ്പോൾ AgNO3 നമുക്ക് തന്നത് 13.3 ആണ്, പ്ലസ് NaI തന്നിരിക്കുന്നത് 12.7 മൈനസ് NaNO3 തന്നിരിക്കുന്നത് 12. So this is equal to 13.3 plus 12.7, 13.3 plus 0.7, 14, 14 plus 12, 26, 26 minus 12. ഇതിൻ്റെ ആൻസർ വരുന്നത് 14 ആയിരിക്കും. 10th ആൻസർ 14. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ ഗിവൺ റിയാക്ഷൻ, ഇപ്പോൾ നമുക്ക് രണ്ട് ഹാഫ് സെല്ല് തന്നിട്ടുണ്ട്, ടിന്നിൻ്റെയും SN2+ പ്രൊഡ്യൂസിങ് ടിൻ, SN4+ പ്രൊഡ്യൂസിങ് ടിൻ. ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആർ, നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ E0 തന്നിരിക്കുന്നത് -0.14 ആണ്. SN4+ ടു SN തന്നിട്ടുണ്ട്, ഇതിൻ്റെ E0 തന്നിരിക്കുന്നത് -0.01 ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 4. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് SN4+ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് SN2+ ആവുന്ന ഈ ഒരു ഹാഫ് സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2 ഹാഫ് സെല്ല് തന്നിട്ടുണ്ട്, ആ 2 ഹാഫ് സെല്ലിൽ നിന്ന് മൂന്നാമതൊരു ഹാഫ് സെൽ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹാഫ് സെല്ലിൻ്റെ E0 വാല്യൂസ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല. വെൻ വി ആർ പ്രൊഡ്യൂസിങ് എ തേർഡ് ഹാഫ് സെൽ, വി ആർ നോട്ട് സപ്പോസ് ടു ആഡ് ഓർ സബ്ട്രാക്ട് ദ E0 വാല്യൂസ് ഓഫ് ദ ഗിവൺ ഹാഫ് സെൽസ്. കാരണം നമ്മൾ E0 വാല്യൂ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു വാല്യൂസ് ഉണ്ട്, ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുന്ന വാല്യൂ ΔG0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ E0 വാല്യൂ നമ്മൾ നേരെ ΔG0 വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ΔG0 കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. ΔG0 ഈസ് ഈക്വൽ ടു -NF E0. ഇതാണ് ΔG0 കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ -NF E0 ഓരോന്നിനും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ΔG0 ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു F ഇൻറ്റു ഇവിടുത്തെ E0 വാല്യൂ -0.14. അപ്പോൾ അത് എത്ര വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.14 ഇൻറ്റു 2 0.28 വരും. അപ്പോൾ പ്ലസ് 0.28 F വരും. അപ്പോൾ അതാണ് അതിൻ്റെ ΔG0 വാല്യൂ. അതേപോലെ നമുക്ക് ഈ ഇലക്ട്രോഡിൻ്റെയും ΔG0 കണ്ടുപിടിക്കും. സോ ΔG0 ഇസ് ഈക്വൽ ടു -F4 ഇൻറ്റു F ഇൻറ്റു -0.0. സോറി, ഇവിടെ മൈനസ് ഇല്ല, ഇവിടെ പ്ലസ്സുമാണ്. അപ്പോൾ ഇവിടെ ഇവിടെ മൈനസ് ഇല്ല, അപ്പോൾ ഇവിടെയും മൈനസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇത് വരുന്നത് -0.04 F. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ΔG0 വാല്യൂ കിട്ടി. അപ്പോൾ നമ്മളിനി ഈ 2 ഇലക്ട്രോഡിൽ നിന്ന് ഈ മൂന്നാമത്തെ ഇലക്ട്രോഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇതിന് ഇക്വേഷൻ 1 ഇതിന് ഇക്വേഷൻ 2 കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? SN4+ 4 ഇലക്ട്രോൺ മൈനസ് 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺസ്. ടിന്നും ക്യാൻസൽ ചെയ്ത് പോകും. ഈ സൈഡിൽ ഒരു -SN2+ ഉണ്ടാവും, അത് അപ്പുറത്ത് പോകുമ്പം SN2+ ആവും. അല്ലേ? അപ്പോൾ ഇതിൻ്റെ ΔG0 വാല്യൂ എന്തായിരിക്കും? ΔG0 value will be -0.04 F minus 0.28 F. അല്ലേ? അപ്പോൾ that is equal to -0.32 F. അപ്പോൾ ഇതാണ് ഈ റിയാക്ഷൻ്റെ ΔG0 വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ΔG0 അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E0 ആണ്. നമുക്കറിയാം ΔG0 ഈസ് ഈക്വൽ ടു -NF E0 ആണ്. അപ്പോൾ E0 ഈസ് ഈക്വൽ ടു -ΔG0 ഡിവൈഡഡ് ബൈ NF. അപ്പോൾ ഈ മൈനസും ക്യാൻസൽ ആയി പോകും. സോ 0.32 F ഡിവൈഡഡ് ബൈ 2F. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ 0.16 ആണ്, അല്ലെ? 0.16 വോൾട്ട് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ അതിനെ 10⁻²ൻ്റെ ടേമിൽ എഴുതണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 10⁻²2 വോൾട്ട്. അപ്പോൾ ആൻസർ വരുന്നത് 16 ആണ്. ആൻസർ 16. അടുത്ത ക്വസ്റ്റ്യൻ,
the solubility product of a sparingly soluble salt A2X3 is 1.1 into 10 raised to minus 23 if specific conductance of the solution is 3 into 10 power minus 5 Siemens meter inverse. The limiting molar conductivity of the solution is x into 10 raised to minus 3 Siemens meter square mole raised to minus 1. The value of x. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സോളുബിലിറ്റി തന്നിട്ടുണ്ട്. സോളുബിലിറ്റിയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഫോർ എ സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ട് ലാംഡ എം 0 is equal to kappa into 1000 divided by solubility. അപ്പോൾ ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ലാംഡ 0 m is equal to kappa into 1000 divided by solubility. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് സോളുബിലിറ്റി അറിയണം, കാപ്പായും അറിയണം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കാപ്പ എടുക്കുന്നതിൻ്റെ യൂണിറ്റ്. കാപ്പ നമ്മൾ എപ്പോഴും ഏത് യൂണിറ്റിൽ എടുക്കുന്നത് വെച്ചാൽ സെന്റിമീറ്റർ റേസ് ടു മൈനസ് 1 വരുന്ന യൂണിറ്റിലാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കാപ്പ തന്നിട്ടുണ്ട്. കാപ്പ ഈസ് ഗിവൺ ആസ് ദ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഈസ് 3 into 10 raised to minus 5 Siemens meter inverse തന്നിരിക്കണേ. അപ്പം നമ്മൾ ഈ മീറ്റർ ഇൻവേഴ്സിനെ സെന്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് മാറ്റാം. So we'll get 3 into 10 raised to minus 7 Siemens centimeter inverse. ഇത് കിട്ടും. ഇനി അടുത്തത് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടത് സോളുബിലിറ്റി ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2X3 ആണ്. അപ്പോൾ A2X3 ഡിസോസിയേറ്റഡ് നമുക്ക് കിട്ടുന്നത് 2A3 പ്ലസും 3X2 മൈനസും. ഇതിൻ്റെ സോളുബിലിറ്റി എസ് ആണെങ്കിൽ ഇത് 2S ഇത് 3S വരും. അപ്പോൾ സോളുബിലിറ്റി പ്രോഡക്റ്റ് വരുന്നത് KSP is equal to 108 into S raised to 5. ഇതാണ് ഇതിൻ്റെ KSPയുടെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ KSP നമുക്ക് തന്നിട്ടുണ്ട്, സോളുബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. സോളുബിലിറ്റി പ്രോഡക്റ്റ് ഇസ് ഗിവൺ ആസ് 1.1 into 10 power minus 23 എന്നാണ് തന്നത്. അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യുന്നത്, S raised to 5 is equal to ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ 110 into 10 raised to minus 25 എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. 110 into 10 raised to minus 25 divided by 108. അപ്പോൾ 110 divided by 108 നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 into 10 raised to minus 25. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 5 വരും. അപ്പോൾ ഇതാണ് നമുക്ക് സോളുബിലിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് സോളുബിലിറ്റി ആയി, കാപ്പ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലാംഡ M0 കണ്ടുപിടിക്കണം. സോ ലാംഡ M0 is equal to കാപ്പ. കാപ്പയുടെ വാല്യൂ നമുക്കറിയാം. കാപ്പ ഇസ് 3 into 10 power minus 7 ആണ് ഇൻറ്റു 1000 ഉണ്ട്, അതായത് 10 raised to 3 ഡിവൈഡഡ് ബൈ സോളുബിലിറ്റി ഇസ് 1 into 10 power minus 5. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ വരുന്നത് -2 ആവും, 10 വരും, 30 വരും. 30 Siemens സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ലാംഡ M0യുടെ യൂണിറ്റ് Siemens സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്ന് വരും. അപ്പോൾ ഇതിന് നമ്മൾ ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. കാരണം ഇവിടെ ആൻസർ തന്നിരിക്കുന്ന യൂണിറ്റ് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 10 raised to -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 30 into 10 raised to -2 സ്ക്വയർ വരും. Siemens meter square mole raised to -1. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ x into 10 raised to -3 എന്ന് പറഞ്ഞൊരു ഫോമിൽ എഴുതണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഇസ് ഈക്വൽ ടു 3 into 10 raised to -3 Siemens meter square mole raised to -1. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 3 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 3. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫാരഡേ needed to reduce 1 mole of Cr2O7 2- to Cr3+. ഇവിടെ നടക്കുന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ Cr2O7 2- Cr3+ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x - 14 is equal to -2, അല്ലെങ്കിൽ 2x is equal to 12, x is equal to +6. അപ്പോൾ ഇവിടുത്തെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ് ഒരു ക്രോമിയത്തിന്. അപ്പോൾ +6 എന്ന് അത് റെഡ്യൂസ് ചെയ്തിട്ട് +3 സ്റ്റേറ്റിലേക്ക് പോകണം.
അപ്പോൾ ഒരു ക്രോമിയം +6 നിന്ന് +3 പോകാൻ വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺസ് അതിന് ഗെയിൻ ചെയ്യണം. പക്ഷേ ഇവിടെ 1 മോൾ Cr2O7 2 മോൾ ക്രോമിയം 6 പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ 2 മോൾ Cr6 പോസിറ്റീവിന് Cr3+ ആയി മാറണമെങ്കിൽ ടോട്ടൽ ഇതിന് 6 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യണം. അപ്പോൾ ഈ 1 മോൾ ഇതാണ് 1 മോൾ Cr2O7 2- റെഡ്യൂസ് ചെയ്ത് Cr3+ ആവണമെങ്കിൽ 6 മോൾസ് ഇലക്ട്രോൺസ് വേണം. 6 മോൾസ് ഇലക്ട്രോൺ. അപ്പോൾ 6 മോൾസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫാരഡേ കറണ്ട് ആവശ്യമാണ്. 6 ഫാരഡേ കറണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 6. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൽ പൊട്ടൻഷ്യൽ ഫോർ ദ ഗിവൺ സെൽ അറ്റ് 298 Kelvin ഇസ് തന്നിട്ടുണ്ട്. സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഈ സെൽ is equal to 0.31 volt എന്ന് തന്നിട്ടുണ്ട്. The pH of the acidic solution is found to be 3. അപ്പോൾ pH 3 തന്നിട്ടുണ്ട്. pH 3 ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to 10⁻³ അല്ലെങ്കിൽ 10⁻³ കോൺസെൻട്രേഷൻ H+ വരുമ്പോഴാണ് pH 3 ആവുന്നത്. പിന്നെ തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് whereas the concentration of Cu2+ is 10⁻⁻x. Concentration of Cu2+ is 10⁻⁻x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതും നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം E0 സെല്ല് കണ്ടുപിടിക്കണം. അപ്പോൾ E0 സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. അപ്പോൾ ഇവിടുത്തെ കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിൽ എഴുതുന്നതാണ് കാത്തോഡ്. അപ്പോൾ ഇതാണ് കാത്തോഡ്. അപ്പോൾ ഇവിടുത്തെ കാത്തോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 0.34 ആണ്. മൈനസ് E0 ആനോഡ്. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജൻ ഇലക്ട്രോഡാണ്. ഹൈഡ്രോജൻ ഇലക്ട്രോഡിൻ്റെ E0 വാല്യൂ 0 ആണ്. അപ്പോൾ E0 is 0.34. ഇനി നമുക്ക് Nഉം കിട്ടണം Qവും കിട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സെൽ റിയാക്ഷൻ എഴുതണം. അപ്പോൾ സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ഓഫ് ഹൈഡ്രോജൻ ആണ്. അപ്പോൾ അതായത് H2 is giving 2H+ + 2 ഇലക്ട്രോൺ. കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ Cu2+ + 2 ഇലക്ട്രോൺ gives Cu. ഓവറോൾ റിയാക്ഷൻ വരുന്നത് H2 + Cu2+ giving 2H+ + Cu. ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ Q എഴുതണം. അപ്പോൾ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q is equal to concentration of H+² divided by concentration of Cu2+ ആണ്. concentration of H+ is 10⁻³ സ്ക്വയർ വന്നാൽ 10⁻⁻6 വരും. concentration of Cu2+ is 10⁻⁻x. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 10⁻⁻6. ഓക്കെ, അപ്പോൾ ഇതാണ് Q. Nൻ്റെ വാല്യൂ N=2. Nൻ്റെ വാല്യൂ 2. ഇനി നമുക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതിൽ? നൺസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നൺസ്റ്റ് ഇക്വേഷൻ വരുന്നത് E സെൽ is equal to E0 സെൽ മൈനസ് 0.06 ഡിവൈഡഡ് ബൈ 2. നമുക്ക് 0.6 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 0.6 ഡിവൈഡഡ് ബൈ 2 log Q. 0.6 ബൈ 2 അല്ല, ബൈ N ആണ്. പക്ഷേ ഇവിടുത്തെ Nൻ്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ E സെല്ല് തന്നിട്ടുണ്ട്. E സെൽ is 0.31 വോൾട്ട്. E സെൽ is equal to 0.31 വോൾട്ട്. E0 സെൽ is 0.34 വോൾട്ട്. മൈനസ് 0.06 ഡിവൈഡഡ് ബൈ 2 ലോഗ് Qയുടെ വാല്യൂ 10⁻⁻6. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.31 മൈനസ് 0.34 ഇതിനെ ഇപ്പുറത്തെടുത്തു. ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ 0.06 ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.03 ആണ്. പിന്നെ ഇവിടെ ഒരു മൈനസ് സൈനും വരും. ഈ മൈനസ് നമ്മൾ ഇപ്പോൾ എടുക്കും, 3 വരും. ഇറ്റ്സ് ഈക്വൽ ടു ലോഗ് 10⁻⁻6. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 കിട്ടും. 1 is equal to log 10⁻⁻6.
അപ്പോൾ നമുക്കറിയാം log 10ന്റെ വാല്യൂ ആണ് 1. ഓക്കെ, log 10 is equal to 1. അപ്പോൾ അതിനർത്ഥം നമുക്ക് 10 is equal to x minus 6 or x minus 6 is equal to 1 or x is equal to 7. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് x is equal to 7. അടുത്ത ക്വസ്റ്റ്യൻ, a dilute solution of sulfuric acid is electrolyzed using a current of 0.10 ampere for 2 hours to produce hydrogen and oxygen gas. അപ്പോൾ ഡൈല്യൂട്ട് H2SO4 ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോജൻ ഗ്യാസും കിട്ടുന്നുണ്ട്, ഓക്സിജൻ ഗ്യാസും കിട്ടുന്നുണ്ട്. ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് STP. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വോളിയം ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ മോളാർ വോളിയം ഓഫ് എൻ ഐഡിയൽ ഗ്യാസസ് 22.7 ലിറ്റർ പെർ മോൾ അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് STPയിൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ എത്ര ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ കൊടുക്കുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം Q is equal to IT ആണ്. I നമുക്ക് തന്നിട്ടുണ്ട്, I is equal to 0.1 ആംപിയർ ആണ് ഫോർ 2 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 into അവർ ആണ്, അവരുടെ മിനിറ്റിലാക്കിയ 60 കൊണ്ട് മൾട്ടിപ്പിൾ സെക്കൻഡിലാക്കാൻ 60. ഇത്രയും. ഇത് നമ്മൾ ഫാരഡേയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 96,500ലേക്ക് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വാല്യൂ 0.0075 ഫാരഡേ. അപ്പോൾ ഇത്രയും ഫാരഡേ ചാർജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹൈഡ്രോജൻ്റെ കാര്യം നോക്കാം. ഹൈഡ്രോജൻ റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 2H+ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, 1 മോൾ ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാവുന്നത്. അപ്പോൾ 1 മോൾ ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ 22.7 ലിറ്റർ ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുക്കണം. അല്ലെങ്കിൽ 2 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 22.7 ലിറ്റർ ഹൈഡ്രോജൻ കിട്ടും. 22.7 ലിറ്റർ ഹൈഡ്രോജൻ നമ്മൾ എത്ര കൊടുക്കുന്നുള്ളൂ, നമ്മൾ 0.0075 ഫാരഡേയാണ് കൊടുക്കണം. 0.0075 ഫാരഡേ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈഡ്രോജൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22/7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.0075 ലിറ്റർ ഹൈഡ്രോജൻ ആണ് നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ വാല്യൂ വരുന്നത് 85.13 മില്ലി ലിറ്റർ ആണ്. 85.13 മില്ലി ലിറ്റർ നമ്മൾ ലിറ്ററിൽ കിട്ടും, അതിനെ നമ്മൾ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. 85.13 മില്ലി ലിറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇത് ഹൈഡ്രോജൻ ഗ്യാസിൻ്റെ വോളിയമാണ് 85.13. ഇനി നമുക്ക് ഓക്സിജൻ ഗ്യാസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ OH- ഓക്സിഡേഷൻ നടന്നിട്ടാണ് ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ എഴുതണം. ഇതിൻ്റെ റിയാക്ഷൻ വരുന്നത് OH- ഓക്സിഡൈസ് ചെയ്തിട്ട് O2 ഉണ്ടാവും, H2O ഉണ്ടാവും, 4 ഇലക്ട്രോൺസും റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം. നമുക്ക് 4 OH- വേണം, 2 H2O വേണം. അപ്പോൾ റിയാക്ഷൻ ബാലൻസ്ഡ് ആയി. അപ്പോൾ ഒരു O2 മോളിക്യൂൾ റിലീസ് ചെയ്യണമെങ്കിൽ അല്ലെ 1 മോൾ O2 റിലീസ് ചെയ്യണമെങ്കിൽ 4 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ 4 ഫാരഡേ ഇലക്ട്രിസിറ്റി ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാം 4 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ 4 ഫാരഡേ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 22.7 ലിറ്റർ ഓക്സിജൻ ആയിരിക്കും. നമ്മൾ എത്രയേ കൊടുക്കുന്നുള്ളൂ, 0.0075 ഫാരഡേ ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 22.7 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 0.0075 ലിറ്റർ. ഇത്രയും ലിറ്റർ ഓക്സിജൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 42 ml വരും. അപ്പോൾ 85.13 ml ഹൈഡ്രോജനും 42 ml ഓക്സിജനും റിലീസ് ആയി. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് വരുന്നത്, ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് is equal to 85.13 plus 42 വരും. So that is equal to 127.13 ml വരും. നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 127 വരും ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 127 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്
ഭയങ്കര മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, മെയിൻലി ബേസ്ഡ് ഓൺ നൺസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ നൺസ്റ്റ് ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസും. അപ്പോൾ ഈ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്.